നമുക്കറിയാം ബാഹുബലി എന്ന് പറയുന്ന ഒരു സിനിമ തെലുങ്ക് സിനിമയെ തന്നെ ഒരു എന്താ പറയുക ഇന്ത്യ മുഴുവനും ഒരു പാൻ ഇന്ത്യൻ എന്നൊക്കെ പറയാവുന്ന ഒരു തരത്തിൽ എത്തിച്ചതാണ്. കാരണം അതുവരെ തെലുങ്ക് സിനിമകൾ കൂടുതലും ഈ പറഞ്ഞ പോലെ ചിരഞ്ജീവിയൊക്കെ അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരമായി റെമ്യൂണറേഷനൊക്കെ വാങ്ങുന്ന ഒരാളായിരുന്നെങ്കിൽ കൂടിയും തെലുങ്ക് സിനിമ അവരുടെ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം ഒരു ആന്ധ്രയിലോ അവരൊക്കെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ മാറി ബാഹുബലി ഒരു ഇന്ത്യ മുഴുവനും നമുക്കറിയാം, കേരളത്തിലും എത്രത്തോളം ആ സിനിമ കളക്ട് ചെയ്തു നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സിനിമ 2 പാർട്ടായിട്ട് രാജമൗലി ചെയ്യുന്നു. രാജമൗലിയുടെയും കരിയറിലെ ഒരു വഴിത്തിരിവായി എന്താ പറയുക ബ്രഹ്മാണ്ഡ സംവിധായകരായിട്ടൊക്കെ മാറി. അല്ല, ആദ്യത്തെ പാർട്ട് 2015 റിലീസാവുന്നു, സെക്കൻഡ് പാർട്ട് 2017 റിലീസാവുന്നു. ഈ ഒരു 2 സിനിമയ്ക്കും കൂടി പ്രഭാസിന് അന്ന് 50 കോടിയാണ് റെമ്യൂണറേഷൻ കിട്ടിയെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ഇതോടുകൂടി പ്രഭാസം ഒരു എന്താ പറയുക ടോപ്പ് ലീഗിൽ തന്നെ, ശരിക്കും അവിടെ പറയുമ്പോൾ ഒരു ടോപ്പ് 7 ഹീറോസ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ സീനിയേഴ്സായ ചിരഞ്ജീവി അല്ലെങ്കിൽ ബാലകൃഷ്ണ, നാഗാർജുന ഇവരെയൊക്കെ മാറ്റി നിർത്തി അടുത്ത ഒരു ലീഗിലുള്ള ആളുകളിൽ ഒരു 7 പേരിൽ, അത് നമുക്കതിൽ മഹേഷ് ബാബു ഉണ്ട്, രവി തേജ ഉണ്ട്, അല്ലു ഉണ്ട്, രാംചരൺ, അങ്ങനെ കുറേ പേരുണ്ട്. അവർ ഇവിടെ 7 പേരിൽ ഒരാളായിട്ട് പ്രഭാസ് മാറി. എനിക്ക് തോന്നുന്നു പ്രഭാസ് ഇതിനൊക്കെ ശേഷം ഒരു ടോപ്പ് 3 ലെവൽ വരെ എത്തി നിന്ന ആളായിരുന്നു.